الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശറിലെ 10-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. സ്വഹാബിമാരിൽ അൻസാരികളും മുഹാജിറും തമ്മിലുള്ള ബന്ധമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സ്വീകരിക്കുകയും ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുകയും ചെയ്തതിന്റെ പേരിൽ മക്കയിൽ പീഡിപ്പിക്കപ്പെടുകയും അവസാനം എല്ലാ വഴിയും മുട്ടിയപ്പോൾ നാട് വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തവരാണ് മുഹാജിറുകൾ. ആ മുഹാജിറുകളെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച് തങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് വേണ്ടി നൽകാൻ തയ്യാറായവരാണ് അൻസ്വാരികൾ. സ്വന്തം വീടും സ്ഥലവുമടക്കം മുഹാജിറുകൾക്ക് അൻസ്വാരികൾ നൽകാൻ തയ്യാറായി. ഒന്നിലേറെ ഭാര്യമാരുള്ള അൻസ്വാരികൾ മുഹാജിറോട് പറയുന്നത് കാണാം, എന്റെ ഭാര്യ ഞാൻ ത്വലാഖ് ചെല്ലാം, എന്നിട്ട് താങ്കൾക്ക് അവളെ വിവാഹം കഴിക്കാം എന്നുവരെ അത്രയേറെ തനിക്ക് പ്രിയപ്പെട്ട എന്തും തന്റെ ആദർശ സഹോദരന് വേണ്ടി വേണ്ടെന്ന് വെക്കാൻ തയ്യാറായ ബന്ധമാണ് അൻസ്വാരികളും മുഹാജിറും തമ്മിലുള്ള ബന്ധം. അതാണ് യഥാർത്ഥത്തിൽ ആദർശ ബന്ധം എന്നത്. ദീനുള്ള ആളുകൾ തമ്മിൽ ഉണ്ടാവേണ്ടുന്ന ബന്ധം.
മനസ്സറിഞ്ഞ സ്നേഹം അത് കുടുംബത്തിന്റെ പേരിലല്ല, അയൽവാസികളായതുകൊണ്ടല്ല, പരിചയമുള്ളത് കൊണ്ടുമല്ല. താൻ ഏതൊരു ആദർശത്തിലാണോ ഉള്ളത് ആ ആദർശം സ്വീകരിച്ചവനാണ് ഇവരുമെന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന ബന്ധമാണ് ആദർശ ബന്ധമെന്നത്. മുസ്ലിമീങ്ങൾ തമ്മിൽ ഏകോദര സഹോദരങ്ങളായി വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. ഇഖ്വത്ത് എന്നാൽ ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളായി പിറന്ന സഹോദരങ്ങൾ, ഒരേ മാതാവിന്റെ ഉദരത്തിൽ ജന്മം കൊണ്ട സഹോദരന്മാർ, അതാണ് ഏകോദര സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ഒരേ ഉദരത്തിൽ പിറന്ന സഹോദരന്മാരായി പരസ്പരം വർത്തിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം റഹ്മത്തുള്ളവരാണ്, കാരുണ്യം കാണിക്കുന്നവരാണ് എന്നാണ് നബി ഞങ്ങൾ പഠിപ്പിച്ചു. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരൊറ്റ ശരീരം പോലെയാണ്. കമസലിൽ ജസദിൽ വാഹിദി, ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദസ്തകാ മിൻഹു ഉളുവുൻ തദാഅ ലഹു സാഇൽ അജ്സാമി ബിസ്സഹരി വൽ ഹുമ്മ. ഒരു ശരീരത്തിന്റെ പ്രത്യേകത, ആ ശരീരത്തിലെ ഒരു അവയവത്തിന് വല്ല പ്രയാസവും ഉണ്ടായാൽ ശരീരം മുഴുവനും ആ പ്രയാസത്തിന് പങ്കുചേരുന്നു. ബിസ്സഹരി വൽ ഹുമ്മ, ഉറക്കമൊഴിവാക്കിയും പനി പിടിച്ചും കൊണ്ട് ആ പ്രയാസത്തിൽ കൂടെ കൂടുന്നവരാണ് ഒരു ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങൾ. അതുപോലെയാണ് വിശ്വാസികൾ എന്നാണ് പ്രവാചകൻ തങ്ങൾ പഠിപ്പിക്കുന്നത്. കയ്യിനോ കാലിനോ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും ശരീരമാസകലം ആ മുറിവിന്റെ വേദനയിൽ പങ്കാളിയാകുന്നു. ശരീരമാസകലം രാത്രി ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു. ശരീരത്തിന് മൊത്തം പനി ബാധിക്കുന്നു. കയ്യിനല്ലേ പ്രശ്നമുള്ളത്, എനിക്കെന്താണെന്ന മട്ടിൽ കാല് സ്വസ്ഥമായി ഉറങ്ങുന്നില്ല എന്നർത്ഥം. അതാണ് ഒരു ശരീരത്തിന്റെ പ്രത്യേകത. ഇതുപോലെയാണ് വിശ്വാസികൾ പരസ്പരമുള്ളത് എന്നാണ്. ഒരു വിശ്വാസിക്കേൽക്കുന്ന പ്രയാസം മറ്റൊരുത്തിന്റെ പ്രയാസമായി മാറണം. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അവര് കഷ്ടപ്പാടുണ്ട്, അവര് പ്രയാസമുണ്ട് എങ്കിൽ അത് തീരുന്നവരെ അത് എനിക്കും ഒരു വേദനയായി മാറുക. മറ്റുള്ളവന്റെ പ്രയാസങ്ങളെ നമ്മുടെ പ്രയാസമായി മാറുക. അത് ആത്മാർത്ഥമായ ആദർശ ബന്ധമുണ്ടാകുമ്പോൾ മാത്രമുണ്ടാകുന്ന നിലപാടുകളാണ്. ഓതി വെച്ച ആയത്തും അല്ലാഹു തആല പരിചയപ്പെട്ടതാണ്. വയൂസിറൂന അലാ അൻഫുസിഹിം, സ്വന്തത്തെക്കാളേറെ അവർക്ക് പ്രാമുഖ്യം നൽകുന്നുവെന്നാണ്. സ്വന്തം കാര്യം വേണ്ടെന്ന് വെച്ച് അവരിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവരായിരുന്നു സഹാബിമാർ, അൻസ്വാരികളും മുഹാജിറുകളും. തനിക്ക് ഭക്ഷണമില്ലാഞ്ഞിട്ട് കൂടി ഉള്ള ഭക്ഷണം അവരെ കൊടുത്ത് താൻ കഴിക്കുന്നുവെന്ന് അവർ തോന്നിപ്പിച്ച ചരിത്രങ്ങൾ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പള്ളിയിലുള്ള സ്വഹാബിയെ പറ്റി നബി തങ്ങൾ ചോദിക്കുന്നു, ആരാണ് കൊണ്ടുപോവുക വീട്ടിലേക്ക്? ഇയാൾക്ക് ഭക്ഷണമില്ല. ആര് കൊണ്ടുപോകും? ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണ് നബിയെ, ഞാൻ കൊണ്ടുപോകാം. നബിയുടെ അതിഥിയാണല്ലോ, ഞാൻ കൊണ്ടുപോകാം. വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കാര്യമായി കഴിക്കാനൊന്നുമില്ല. വീട്ടില് അവർക്ക് തന്നെയും ഭക്ഷിക്കാൻ മാത്രമുള്ള വകുപ്പില്ല. മക്കളും പട്ടിണിയാണ്, വീട്ടുകാരും പട്ടിണിയാണ്, ഒന്നുമില്ല. ചെറിയ ഒരു വിഹിതം മാത്രമേ ഉള്ളൂ. അതിലേക്ക് നൽകിയാൽ പിന്നെ മറ്റാർക്കും ഉണ്ടാവില്ല. പക്ഷെ സ്നേഹത്തോടെ അതിനെ സ്വീകരിക്കുകയും മക്കളെ തൽക്കാലം പലതും പറഞ്ഞ് പട്ടിണിയായി ഉറക്കിക്കളയുകയും എന്നിട്ട് അതിനെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും തനിക്ക് കഴിക്കാനില്ല എന്നത് മറച്ചു വെച്ചുകൊണ്ട് വിളക്കൂതി ഇരുട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിപ്പിക്കുകയും അതിനെ കൊണ്ട് അവൻ കഴിക്കുന്നത് ഇങ്ങനെ ആസ്വദിക്കുകയും ചെയ്യുന്ന സ്വഹാബിയെ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല നബി തങ്ങൾക്ക് വഹീ നൽകി ആ സ്വഹാബിയുടെ ചെയ്തിയെ. ഇങ്ങനെ എല്ലാം പകർത്തു നൽകാൻ എന്താണ് പ്രചോദനമായത്? അയൽപക്ക ബന്ധങ്ങൾ ഉണ്ടാകും നമുക്കെല്ലാം. കുടുംബ ബന്ധങ്ങളുണ്ട്. ജ്യേഷ്ഠന്മാർ അനിയന്മാരോട്, ജ്യേഷ്ഠാനിയന്മാരോടെല്ലാം നമ്മൾ ബന്ധമുണ്ട്. കൂടെ പഠിച്ച ക്ലാസ്മേറ്റോട് ബന്ധമുണ്ട്. അവർക്കെല്ലാം പലതും ചെയ്തു കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ബന്ധങ്ങളൊന്നുമല്ല, അതിനപ്പുറത്ത് ദീനിന്റെ പേരിലെ ബന്ധം, അതാണ് യഥാർത്ഥ ആദർശ ബന്ധമെന്ന് പറയുന്നത്. അയാളെ പേരറിയില്ല, അഡ്രസ് അറിയില്ല. മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് അറിയില്ല ഈ വന്ന എല്ലാ മനുഷ്യന്മാരെയും ഒന്നും. ആരാണവർ, ഏത് കുടുംബക്കാരാണ്, ഏത് തറവാട്ടുകാരാണ്, എന്റെ വീട്ടിലേക്ക് ഉണ്ടാകാൻ മാത്രം ഉള്ളവരാണോ, അതൊന്നും അറിയില്ല. ഒറ്റക്കാര്യം അറിയാം,
അള്ളാന്റെ ദീനിനു വേണ്ടി നാട് വിട്ടൊഴിവായി പോന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ദീനിനു വേണ്ടി ആ നാടൊഴിവാക്കി ഉള്ളതെല്ലാം വേണ്ടെന്ന് വെച്ച് മദീനയിലേക്ക് ഹിജ്റ വന്ന മനുഷ്യന്മാരാണ് എന്ന് മാത്രമാണ് മദീനക്കാർക്കറിയുക. ഹിജ്റ പുറപ്പെട്ടു വന്ന വാർത്ത അറിഞ്ഞത് മുതൽ മദീനക്കാർ എന്നും രാവിലെ മദീനയുടെ അതിർത്തിൽ വന്ന് കാത്തിരിക്കുമെന്നാണ്. വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി, എത്തിയിട്ടുണ്ടോ അവരെന്നറിയാൻ വേണ്ടി എന്നും രാവിലെ വന്ന് കാത്തിരിക്കുന്നു. വെയിൽ ചൂടാകുവോളം കാത്തിരുന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾ വന്നു. നബിയും സഹാബിമാരും വന്നു സ്വീകരിച്ചു. നബിതങ്ങളും അവരെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ തമ്മിൽ സഹോദരങ്ങളാണ്. ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് ആഹാ ഉഖുവത്തുണ്ടാക്കി സാഹോദര്യം സ്ഥാപിച്ചുവെന്നാണ്. ഓരോ മുഹാജിറിനെയും വിളിച്ചു, ഓരോ അൻസ്വാരിയെയും വിളിച്ചു, നിങ്ങൾ തമ്മിൽ ഇന്നു മുതൽ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ആ കിട്ടിയവരുമായി വീട്ടിലേക്ക് പോവുകയും ചെയ്താണ് അവർ സ്വീകരിച്ചത്. നബി തങ്ങളുടെ സ്വഹാബിമാരിൽ വലിയ സമ്പന്നനായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കക്കാരനാണ്, വലിയ സമ്പന്നനാണ്, നല്ല കച്ചവടക്കാരനാണ്. ആ സമ്പത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹിജ്റ പോകുന്നത്. എല്ലാം ഒഴിവാക്കി പോയി ദീനിന് വേണ്ടി. അവിടെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിച്ചു, അബ്ദുറഹ്മാൻ ഔഫ് സമ്പന്നനാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തോട് യോജിക്കുന്ന ആളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സഅദ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ തമ്മിലാകട്ടെ സാഹോദര്യ ബന്ധം. സഅദ് അവിടെ സമ്പന്നനാണ്, അവർ തമ്മിലാകട്ടെ സാഹോദര്യം. സഅദ് അബ്ദുറഹ്മാനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ഇതിൽ പറയുന്നു, വഇന്നി ലഅക്സർ അൻസാരി മാല, അബ്ദുറഹ്മാൻ, ഞാനിവിടെ അൻസാരികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ ഞാനാണ് വലിയ സമ്പന്നൻ. അതുകൊണ്ട് ഉഖാസിമുക മാലി നിസ്ഫൈൻ, എന്റെ സമ്പത്ത് ഞാൻ രണ്ടാക്കി വീതം വെക്കാം. പകുതി നീക്കാകട്ടെ, പകുതി ഞാനും എടുക്കാം. ആ ഒരു ബന്ധമാണ്. ഈ വന്ന അബ്ദുറഹ്മാൻ ഔഫ് ആരാണ് എന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രമോ സാമ്പത്തിക ശേഷിയോ തറവാട്ട് മഹിമയോ ഒന്നും അറിയില്ല. പക്ഷെ മക്കയിൽ നിന്ന് ദീനിന് വേണ്ടി നാട് വിട്ടു പോന്നവരാണ്. നബി തങ്ങൾ എനിക്ക് ഏൽപ്പിച്ചു നിർത്തുന്നതാണ്, നിങ്ങൾ തമ്മിൽ സഹോദരന്മാരാണ് എന്ന്. ദീനിന്റെ പേരിൽ സാഹോദര്യം സ്ഥാപിച്ചതാണ്. അത് മാത്രമറിയാം. അതിന്റെ പേരിൽ മാത്രമാണ് ഈ ബന്ധം. ഉള്ളതുപോലെ പറയുന്നു, ഞാൻ മദീനയിലെ വലിയ സമ്പന്നനാണ് എന്ന് ഉള്ളത് വ്യക്തമാക്കിയിട്ട് പറയാണ്, എന്റെ സമ്പത്ത് ഞാൻ പകുതിയാക്കി വിഭജിക്കാം, പകുതി താങ്കൾക്ക്, പകുതി എനിക്ക് എന്ന് പറയുമ്പോഴാണ് അബ്ദുറഹ്മാൻ പറഞ്ഞത്, വേണ്ട, ബറക്കല്ലാഹു ലക ഫീ മാലിക വ അഹ്ലിക, നിന്റെ സമ്പത്തിലും താങ്കളുടെ കുടുംബത്തിലുമെല്ലാം പടച്ചറബ് ബർക്കത്ത് ചെയ്യട്ടെ, എനിക്കതൊന്നും ആവശ്യമില്ല. ദുല്ലൂനി അലാ സൂഖിൻ ഫീഹി തിജാറ, എനിക്കിവിടെ കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു അങ്ങാടി നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഞാൻ കച്ചവടക്കാരാണ്, കച്ചവടത്തിന്റെ രീതികൾക്ക് എനിക്കറിയാം, കച്ചവടം ചെയ്യാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റിയ സ്ഥലം എവിടെയുള്ളത് അത് കാണിച്ചെന്നാ മതി, അത് പറഞ്ഞെന്നാ മതി, ബാക്കി ഞാനായിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെയും വന്ന് കച്ചവടം ചെയ്ത് രണ്ടാമത് വലിയ സമ്പന്നനായി മാറിയ ആളാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. ആ ഒരു ആദർശ ബന്ധമാണ് സൂചിപ്പിച്ചത്. വിശ്വാസികൾ തമ്മിലുണ്ടാവേണ്ട ബന്ധമാണത്. ഞാനും മുസ്ലിമാണ്, ഇവനും മുസ്ലിമാണ്, മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്കുണ്ടാകുന്ന ഒരു ബന്ധമുണ്ട്. അതാണ് വലാ, ബന്ധം സ്ഥാപിക്കൽ. മുഅ്മിനീങ്ങൾ തമ്മിൽ, വിശ്വാസികൾ തമ്മിലുള്ള ഒരു മുവാലാത്ത്, ബന്ധം സ്ഥാപിക്കൽ. സത്യവിശ്വാസികൾ പരസ്പരം വലിയാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പരിചയപ്പെട്ടു. വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ലിൻ, വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ്, ആത്മമിത്രങ്ങളാണ്, ഔലിയ ആണ്, വലിയാണ്. അവർ തമ്മിൽ ആത്മബന്ധമാണ്, വല്ലാത്ത ഉറ്റ സ്നേഹമുള്ള ബന്ധമാണ് വിശ്വാസികളും തമ്മിലെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഒരുപാട് വചനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളും നമ്മുടെ സഹോദരന്മാരാണ്. എന്റെ സഹോദരനാണവൻ, ഞാനുമായി ആ നിലയ്ക്ക് ബന്ധമുള്ളവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടു. അവരുടെ കുറവുകളിൽ മാപ്പ് നൽകണമെന്ന് പ്രത്യേകമായും ആവശ്യപ്പെട്ടു. എല്ലാവരെയും കുറിച്ച് സൽവിചാരം വേണമെന്നാണ് പഠിപ്പിച്ചത്. അതല്ലാതെ മോശമായ പ്രയോഗം പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് സ്വഹാബത്തിന്റെ പ്രവൃത്തിയും അതാണ്. അതോടൊപ്പം നബി തങ്ങൾ പഠിപ്പിച്ച വഴിയും അതാണ്. നബി തങ്ങളെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹു എന്റെ കൽബിൽ നീ ഒരു പ്രകാശം നൽകണേ എന്നാണ്, ഒരു വെളിച്ചം
സൽവിചാരത്തിന്റെ, എല്ലാവരെയും കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്താൻ കഴിയുന്ന ഇരുട്ടില്ലാത്ത ഒരു കൽബാക്കി മാറ്റണേ എന്ന ആശയമാണ് ആ പ്രാർത്ഥനയ്ക്ക് നൽകപ്പെടുന്ന ആശയം. അതേപോലെ അല്ലാഹുവേ, സത്യവിശ്വാസിയോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വെറുപ്പ്, വിദ്വേഷമുണ്ടാക്കുന്നത് എന്ന് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയാണ്. ഒരു മുഅ്മിനോടും വെറുപ്പില്ലാതെ, ഒരു മുഅ്മിനോടും വിദ്വേഷമില്ലാതെ, ആരോടും ആനൽക്ക് അസൂയയോ പൊങ്ങച്ചമോ ഇല്ലാതെ എല്ലാവരെയും കുറിച്ച് സൽവിചാരം വെച്ചു പുലർത്താനാണ് നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിനർത്ഥം. അവയിൽ പോരായ്മകൾ ഉണ്ടാകാം, ആ പോരായ്മകളെ അതിന് ന്യായമുണ്ടാകാമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവനെപ്പറ്റി സൽവിചാരം വെച്ച് പുലർത്താനാണ് മുൻഗാമികൾ പരിചയപ്പെടുത്തി. താബിഈയായ മുഹമ്മദ് സീരീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഇദാ ബലഗക അൻ അഖീക ശൈഉൻ ഫൽതമിസ് ലഹു ഉദ്റാ. നിന്റെ സഹോദരനിൽ നിന്ന് അവനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നീ അറിഞ്ഞാൽ, അവൻ അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു ഒരാളെപ്പറ്റി ശരിയല്ലാത്ത വല്ല വർത്തമാനവും നിനക്ക് വന്നാൽ ഫൽതമിസ് ലഹു ഉദ്റാ, അവന് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമുണ്ടാകുമെന്നാണ് നീ അന്വേഷിക്കേണ്ടത്. അവനങ്ങനെ ചെയ്യില്ല, അവനങ്ങനെ പറയില്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകും, അല്ലാതെ അയാളങ്ങനെ പറയുന്നവനല്ല. എല്ലാവരെയും കുറിച്ച് നല്ല വിചാരം, അല്ല അയാൾ മോശക്കാരനാണ്, അയാൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ ശരിയെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുകയല്ല വേണ്ടത്. അയാളിൽ നിന്ന് നമുക്ക് ലഭിച്ച ശരിയല്ലാത്ത അല്ലെങ്കിൽ നല്ലതല്ലാത്ത വല്ല വിവരങ്ങളും ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ന്യായമുണ്ടാകാമെന്ന് നീ മനസ്സിലാക്കണം. ആ ന്യായം നീ അന്വേഷിക്കണം. ഫഇല്ലം തജിദ് ലഹു ഉദ്റാ, അങ്ങ് അന്വേഷിച്ചിട്ട് ഒരു ന്യായം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഫഖുൽ, നീ പറയണം ലഅല്ല ലഹു ഉദ്റാ, എന്നാലും അയാൾക്ക് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടായിരിക്കും. എനിക്കറിയാത്തത് കൊണ്ടാണ്, ഞാനത് അന്വേഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് നീ വിചാരിക്കേണ്ടത് എന്നാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുകയാണ്, യുബ്സിറു അഹദുക്കും അൽ ഖറാ ഫീ ഐനി അഖീഹി വയൻസാ അൽ ജദ്ല ഫീ ഐനിഹി എന്നാണ്. തന്റെ സഹോദരന്റെ കണ്ണിലുള്ള ചെറിയ കരടിനെ പോലും കാണുന്നു നിങ്ങളൊക്കെ, എന്നാൽ സ്വന്തം കണ്ണിലുള്ള വലിയ വലിയ അത്തരം കുറവുകളെ, പോരായ്മകളെ നിങ്ങോട്ട് കാണുന്നുമില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും കുറിച്ച് സൽവിചാരം, പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിൽ, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഒരു നല്ല ധാരണ, സൽവിചാരം വെച്ച് പുലർത്തുകയും എല്ലാവർക്കും ഒരു പ്രാർത്ഥിക്കുകയും, അവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്. അവന്റെ പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണം. അവന് പ്രയാസമുണ്ട്, ഒരു വിഷമമുണ്ട് എന്നറിഞ്ഞാൽ ആ വിഷമം പരിഹരിക്കാനായി പരിശ്രമിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, ആ നല്ല ബന്ധങ്ങളെ അവരുമായി നിലനിർത്തുക. അതൊക്കെ നമ്മുടെ ഈമാനിന്റെ ഭാഗമായി തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടത്. കൽബുൻ സലീം എന്ന് പറയുന്ന സലീമായ കൽബ് അതാണ് എന്നാണ്. ഒരാളെക്കുറിച്ചും ദോഷമായ ചിന്തകളില്ലാത്ത, എല്ലാരെക്കുറിച്ചും നല്ലത് മാത്രം വിചാരിക്കുന്ന സുരക്ഷിതമായ കൽബ്, അതിനാണ് കൽബുൻ സലീം എന്ന് പറയുക. നബി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പ്രത്യേകമായി റബ്ബിനോട് ചോദിച്ച കാര്യമായി, റബ്ബി വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സ്വാദിഖ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഖൽബൻ സലീമ, സലീമായ കൽബ് വേണമെന്നിതാ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. വലിസാനൻ സ്വാദിഖ, സത്യം മാത്രം പറയുന്ന ഒരു നാവും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്നാണ്. അഥവാ എന്റെ കൽബ് സലീമാക്കണേ അല്ലാ. ആളോടും പൊങ്ങച്ചും വിദ്വേഷവും അസൂയയും പകയും ഒന്നുമില്ലാത്ത, വിനയമുള്ള, താഴ്മയുള്ള, സൽവിചാരമുള്ള മനസ്സാക്കി നൽകണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തുവെന്ന് ഹദീസിൽ കാണാൻ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ നാം പരിശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എപ്പോഴും നല്ല മനസ്സ്, നല്ലത് മാത്രം ചിന്തിക്കുന്ന, എല്ലാരെക്കുറിച്ചും സൽവിചാരം വെച്ച് പുലർത്തുന്ന, എല്ലാവർക്കും ഖൈറ് വരണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ളവന്റെ ഖൈറിനു വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശരിയായ കൽബ്, അതാണ് കൽബുൻ സലീം. അതാണ് സ്വർഗത്തിലേക്കുള്ള കൽബ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അതാണല്ലോ, അല്ലാഹു നാളെ പരലോകത്ത് വരുമ്പോൾ നീ എന്നെ വശലാക്കുന്ന റബ്ബേ, അന്ന് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസമാണെന്ന്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബോടുകൂടി വന്നവർക്കല്ലാതെ രക്ഷയില്ലാത്ത ആ ദിവസത്തെ റബ്ബേ നീ എന്നെ വശലാക്കല്ല എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സൂറത്ത് ശുഅറയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ മാറ്റിയെടുക്കാൻ നാം പരിശ്രമിക്കുക. തെറ്റായ മോശമായ സ്വഭാവങ്ങളൊക്കെ കൽബെന്ന് ശുദ്ധീകരിച്ച്
നല്ല കൽബിന്റെ ഉടമകളായി മാറാൻ നാം പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബിയോട് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ, നബിയെ ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ രണ്ടു കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. ഒന്ന്, കുല്ലു മഖ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ. സുദൂഖുൽ ലിസാനും മഖ്മൂമുൽ ഖൽബുമായവരാണ് നല്ലവർ, ശ്രേഷ്ഠവാന്മാർ. സ്വഹാബിമാർ പറഞ്ഞ നബിയെ, സുദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, സത്യം മാത്രം പറയുന്നവർ, കളവ് പറയാത്തവർ, അതാണ് സുദൂഖുൽ ലിസാൻ, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ മഖ്മൂമുൽ ഖൽബി എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ചില സവിശേഷതയുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹുവ അത്തഖിയ്യുൻ നഖി ലാ ഇസ്മ ഫീഹി വലാ ബഗയ വലാ ഗില്ല വലാ ഹസദ. അത്തഖിയ്യുൻ നഖി, ഒരു തഖ്വയുള്ളവരാണ്, നഖി പരിശുദ്ധമായവനാണ്, റബ്ബിനെ പേടിക്കുന്ന തഖ്വയുള്ളൊരു മനസ്സ്, അതോടൊപ്പം നഖിയായ ശുദ്ധിയുള്ള മനസ്സ്. അഥവാ നബി തങ്ങൾ തന്നെ വിശദീകരിച്ചു, ലാ ഇസ്മ ഫീഹി, ആ കൽബിൽ കുറ്റങ്ങളൊന്നുമില്ല, തെറ്റുകളൊന്നുമില്ല, വലാ ബഗയ, അന്യായമില്ല, അതിക്രമമില്ല, വലാ ഗില്ല വലാ ഹസദ, അസൂയ ഇല്ല, വിദ്വേഷമില്ല. അതാണ് അൽ ഖൽബു തഖിയ്യുൻ നഖി എന്ന് പറയുന്നത്. അതാണ് മഖ്മൂമുൽ ഖൽബ്. ഒരാളോടും പകയില്ലാതിരിക്കുക, അസൂയ ഇല്ലാതിരിക്കുക. അസൂയ രണ്ട് രൂപത്തിലാണ്. ഒരാൾക്കുണ്ടായ നിഅമത്ത് നീങ്ങിപ്പോകാനുള്ള ആഗ്രഹം, അത് അസൂയയാണ്. ഇനി നീങ്ങിപ്പോകാൻ ആഗ്രഹിച്ചിട്ടില്ല, എന്നാലും അയാൾക്ക് നേട്ടം കിട്ടിയപ്പോൾ നമുക്കൊരു മനപ്രയാസം, അതും അസൂയയാണ്. അയാൾക്കൊരു ഗുണം കിട്ടി, അയാൾക്കൊരു വലിയ നേട്ടമുണ്ടായി, അത് സഹിക്കാൻ പറ്റുന്നില്ല, അത് വല്ലാത്തൊരു പ്രയാസം, അത് അസൂയയാണ്. അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരി, അതും ഹസദാണ്, അസൂയയാണ്. ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആളുകളൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ ഒരാളോടും അസൂയ ഇല്ലാത്ത, ഗില്ല് വിദ്വേഷമില്ലാത്ത, ഒരു പകയില്ല, വിദ്വേഷമില്ല, അയാളെപ്പറ്റി അങ്ങനത്തെ മോശമായ ചിന്തയില്ല, അന്യായങ്ങളില്ല, ഇതാണ് മഖ്മൂമുൽ ഖൽബ്. അവരാണ് അഫ്ളലുൻ നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന മറുപടിയാണ്. നമ്മുടെ കൽബിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാരെയും കുറിച്ച് മോശമായി വിചാരിച്ച് ആരെന്തു പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാതെ എല്ലാവരെയും അടിച്ചിരുത്തി, എല്ലാവരെയും ചവിട്ടിത്താഴ്ത്തി, എല്ലാവരെക്കാളും മേലെ ഞാനാണ് എന്ന ആ മട്ടല്ല വേണ്ടത്. പലരും അങ്ങനെയാണ്, ഞാനൊക്കെ ഓക്കെയാണ്, മറ്റാരും ഓക്കെയല്ല എന്ന മനസ്സ്, അത് അവനും പ്രയാസകരമായിരിക്കും, സമൂഹത്തിന് അവനെ കൊണ്ടും പ്രയാസകരമായിരിക്കും. ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ഒരാളുടെ എന്തഭിപ്രായങ്ങളെയും അടിച്ചിരുത്തുന്നവൻ, ആരെന്ത് നന്മ ചെയ്താലും ആ നന്മയെ അംഗീകരിക്കാത്തവൻ, അതിനൊക്കെ മോശമാക്കി ഞാൻ മാത്രമേ എല്ലാത്തും തികഞ്ഞവനുള്ളൂ എന്ന ആ തോന്നലാണ് എങ്കിൽ അത് അവനും സ്വന്തത്തിനും നഷ്ടമാണ്, അവനെ കൊണ്ട് മറ്റുള്ളവർക്കും പ്രയാസമാണ്. അതല്ല വേണ്ടത്. എല്ലാവരും നല്ലവരാണ്, അവരൊക്കെ ഉഷാറാണ്, ഞാനാണ് പിന്നെയും മോശക്കാരൻ എന്ന് വിചാരിക്കുകയും അവരുടെ നന്മകളെ പ്രത്യേകമായി അറിയുകയും അവരുടെ കുറവുമുണ്ടെങ്കിൽ അത് കുറവല്ല, അയാൾക്ക് അതിന് ഉദറുണ്ടാകും, ന്യായമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അയാളെക്കുറിച്ച് സൽവിചാരം വെച്ച് വർത്താൻ കൂടി കഴിയലാണ് ഏറ്റവും ഹൈറായത്.
ആ നിലയ്ക്കുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി മാറാൻ നാം പരിശ്രമിക്കണം. അവരാണ് അഫ്ളലുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ അതായി മാറാൻ നാം പരിശ്രമിക്കാം. നബി തങ്ങൾ പറയാണ്, എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം ജനങ്ങളെ അമല് പടച്ച റബ്ബിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. ഒരാഴ്ചയിൽ ആ ആഴ്ചയിൽ ചെയ്ത എല്ലാ അമലുകളും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പടച്ച റബ്ബിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെ ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ, സത്യവിശ്വാസികളായ അടിമകൾക്കെല്ലാം മഗ്ഫിറത്ത് നൽകും, അല്ലാഹു പുറത്തു കൊടുക്കും. ഈ അമല് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ കുറെ കുറവും ന്യൂനതകളും പോരായ്മകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്റെ അടിമ അവൻ ഈമാനുള്ളവനാണ്, മുഅ്മിനാണ് അവൻ, അവിടെ ഞാൻ പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ, ഒരടിമക്കൊഴികെ, ഒരാൾക്കൊഴികെ. ആരാണ് അയാൾ? ബൈനഹു വബൈന അഖീഹി സഹ്ന, അവനും മറ്റൊരാളും തമ്മിൽ ഒരു പിണക്കമുണ്ട്, അവനും മറ്റൊരാളും തമ്മിൽ പിണക്കമുണ്ട്. അത്തരമൊരു അടിമക്ക് പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹു പറയും, ഉത്റുകു ഹാദൈനി ഹത്താ യഫിയ, നിങ്ങൾ തൽക്കാലം 2 കാര്യവും തൽക്കാലം അവിടെ മാറ്റിവെക്കുക, അവിടുന്ന് നന്നാവട്ടെ, ആ പിണക്കമൊന്ന് മാറട്ടെ, അതുവരെ തൽക്കാലം അവിടെ മാറ്റിവെക്കുക എന്ന് റബ്ബ് പറയുമെന്നാണ് ആ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ മറ്റു പലരുമായും പിണങ്ങിയും അകന്നുമൊക്കെ മാറി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ അമലുകൾ പോലും അവിടെ തൽക്കാലം പെൻഡിങ്ങിലാക്കി മാറ്റി നിർത്തപ്പെടുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ആരോടും ഒരു ആ നിലക്കുള്ള അകൽച്ചയില്ല, ആരോടും പകയില്ല, ഒരാളോടും ആ നിലക്കുള്ള വിദ്വേഷമില്ല. അവൻ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും ശരി, അങ്ങോട്ട് മാന്യമായി പെരുമാറിക്കൊണ്ട് വിശ്വാസികളാണ് എന്ന നിലക്ക് പരസ്പരമുള്ള ബന്ധത്തെ നിലർത്തുക. എല്ലാം തികഞ്ഞ ആരുമുണ്ടാവുകയില്ല, എല്ലാവരും തികഞ്ഞ ആരുമില്ല. ആർക്കാ കുറവില്ലാത്തത്? പറയുന്ന നമുക്ക് കുറവില്ലേ? എല്ലാവർക്കും കുറവും പോരായ്മകളുമുണ്ട്, തികഞ്ഞവർ ആരുമില്ല. ഇത്തരം ഒരു നല്ല ഖൽബിന്റെ ഉടമകളാണെങ്കിൽ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന സംഘത്തിൽ അവരുണ്ടാകുമെന്ന് വരെ ഹദീസിൽ കാണാം. അവ്വലു സുംറത്തിൻ തലിജുൽ ജന്ന, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സംഘം, അവരുടെ പ്രത്യേകത സൂറത്തുഹും അലാ സൂറത്തുൽ ഖമരി ലൈലത്തുൽ ബദർ, പൂർണ്ണ നിലാവുള്ള രാത്രിയിലെ പൂർണ്ണചന്ദ്രനെ പോലെയായിരിക്കും അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ആ ആളുകൾ. അവരുടെ പ്രത്യേകത പറഞ്ഞത് ലാ ഇഖ്തിലാഫ ബൈനഹും വലാ തബാഗുല, അവർക്കിടയിൽ ഭിന്നതകളില്ല, അവർക്കിടയിൽ പരസ്പരം വിദ്വേഷങ്ങളില്ല. ഖുലൂബുഹും ഖൽബുൻ വാഹിദ്, അവിടെയെല്ലാം കൽബ് ഒറ്റ കൽബാണ്, എല്ലാവർക്കും ഒരേ മനസ്സാണ്, എല്ലാവരും ഒരേ രൂപത്തിലാണ് ചിന്തിക്കുന്നത്. അവർ തമ്മിൽ അങ്ങനെ, അവനങ്ങനെ പറഞ്ഞില്ലേ, ഇവനിങ്ങനെ പറഞ്ഞില്ലേ, ഇനി അയാളുമായി മുണ്ടാട്ടല്ല, ഇനി അയാളുമായി ബന്ധമില്ല എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാവുകയില്ല. യുസബ്ബിഹൂനല്ലാഹ ബുക്റതൻ വഅശിയ്യ, രാവും പകലും പ്രഭാതത്തിലും പ്രദോഷത്തിലും പടച്ച റബ്ബിനെ അവർ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. തസ്ബീഹ് ചെയ്യുന്ന, തഹ്മീദ് ചെയ്യുന്ന, ഇബാദത്തിൽ മുഴുകുന്ന, നിസ്കാരം നിർവഹിക്കുന്ന, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ. അതോടൊപ്പം പരസ്പരം പൊങ്ങച്ചമില്ല, വിദ്വേഷമില്ല, ഭിന്നതകളില്ല, പരസ്പരം ആനക്കള വെറുപ്പും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒറ്റ കൽബ് പോലെ പെരുമാറുന്ന ആളുകൾ. അവരാണ് അവ്വലു സുംറത്തിൻ തലിജുൽ ജന്ന, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സംഘം അവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹോദരങ്ങളെ, ആ മഹാഭാഗ്യങ്ങൾ നമുക്കൊക്കെ ലഭിക്കണം. ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകും. ഇവിടെ അങ്ങനെ ഈ നൈമിഷികമായ ജീവിതത്തിൽ ഇതൊന്നും പാലിക്കാതെ എല്ലാവരുമായും തെറ്റിയും പിണങ്ങിയും ആരെയും അടുപ്പിക്കാതെയും എല്ലാരെയും വെറുപ്പിച്ചും ഒക്കെയാണ് പോകുന്നത് എങ്കിൽ എന്തു കാര്യമാണ് സഹോദരങ്ങളെ നമുക്കൊക്കെ നേടാൻ കഴിയുക. അതുകൊണ്ട് ഒരു നല്ല മനസ്സിന്റെ ഉടമകളായി നന്മകൾ ചെയ്ത്, നന്മകൾ വർദ്ധിപ്പിച്ച്, നല്ല രൂപത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഖൈറായത്. അവരുടെ ദുനിയാവിനും സമാധാനമാണ്, പരലോകത്തും അവരുടെ സ്വർഗമാണ് അവനെ കാത്തിരിക്കുന്നത്. ആ നിലക്കുള്ള മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, ഖൽബുൻ സലീമിന്റെ ഉടമകളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.